ഹലോ ഹായ് ഫ്രണ്ട്സ്. ഈ ഐഷാഡോ പാലറ്റ് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഐഷാഡോ അപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച്. ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐഷാഡോ പാലറ്റാണ്. നമുക്ക് ചെറിയൊരു പാലറ്റ് വേണമെങ്കിൽ ഇതൊരു മസ്റ്റ് ബൈ പ്രോഡക്റ്റാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ എന്തായാലും കുഴപ്പമില്ലാത്തൊരു പാലറ്റാണ്. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഞാനൊരു ലൈറ്റ് ഷെയ്ഡാണ് എടുക്കുന്നത്. ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ അവിടെ കണ്ണിൻ്റെ മേൽഭാഗത്ത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ആ ഒരു ക്രീസിൻ്റെ അവിടെ, എന്നിട്ട് ക്രീസിൻ്റെ അവിടെ നന്നായിട്ട് ഇട്ടതിന് ശേഷം ഞാനിവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഷിമ്മറി ഷെയ്ഡാണ് അടുത്തതായിട്ട് യൂസ് ചെയ്യാൻ വിചാരിക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവുന്നു ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ ആയിട്ടുള്ള ടൈപ്പ് എടുക്കാമെന്ന് വിചാരിച്ച് ആദ്യം വേറെ ഒന്നായിരുന്നു നോക്കാമെന്ന് വെച്ചാൽ. പിന്നെ ഞാൻ വിചാരിച്ച ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ ടൈപ്പ് ആ ഒരു ക്രീസിൻ്റെ ആ ഒരു ഭാഗമില്ലേ സൈഡിലെ ഭാഗത്ത് കണ്ണിൻ്റെ ഔട്ടർ കോർണേഴ്സിൽ പോകുന്ന ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ബ്ലൂ ഹെവൻ്റെ കാജൽ വെച്ചിട്ട് എഴുതി കൊടുക്കുക. നന്നായിട്ട് താഴെയും മേലെയും ഉള്ളിലെ ഭാഗത്തൊക്കെ ഇന്നർ കോർണേഴ്സിലൊക്കെ നന്നായിട്ട് എഴുതി കൊടുക്കുക. അതെന്തിനാണ് അങ്ങനെ എഴുതുന്നത് വെച്ചാൽ എന്നാലാണ് നമ്മൾ കണ്ണിന് കുറച്ചുകൂടി ഒരു വിടുത്ത് തോന്നിയിട്ട് കണ്ണ് നല്ല വലുതായിട്ട് തോന്നിക്കാൻ സഹായിക്കുന്ന വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യം അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം അത് ചെയ്തതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഐലൈനർ വെച്ചിട്ട് ഇന്നർ കോർണേഴ്സിൽ നിന്ന് ഔട്ടർ കോർണേഴ്സിലേക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് സമയമെടുത്ത് വരച്ചാൽ മതി. ഇപ്പം ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഐലൈനറൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ചെറുതായ രീതിയിൽ തുടങ്ങുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇതായി പോയിട്ട് വരച്ചത് ശരിയാവാണ്ടായിട്ട് നമ്മൾ വീണ്ടും മാറ്റി ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നല്ല ലുക്കായില്ലേ. ഇപ്പോൾ ഫൈനൽ ലുക്ക് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള